ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ചില്ലി സോസേജിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചില്ലി സോസേജ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സോസേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വന്നപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാം. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഭാഗവും ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. 2 ഭാഗം ഏകദേശം കുക്കായതിനു ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ സോസേജ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതേ പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനിയുള്ളതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കാം, അതായത് വൈറ്റ് ഭാഗം. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 വലിയ സവാള അല്ലെങ്കിൽ 2 ചെറിയ സവാള ചേർത്ത് കൊടുത്താൽ മതി. അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവർ ഒന്ന് വേവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവൊക്കെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിലുള്ള ചില്ലി സോസേജ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.